Um, so today we are going to discuss about another important American novel. ടോണി മോറിസന്റെ ബ്ലൂവെസ്റ്റ് ഐനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ആൻഡ് അഗെയിൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന നോവൽ ആയതുകൊണ്ട് തന്നെ we can see the main, or what we say, we can see some of the important aspects that was relevant at that point of time. Again, ഈ നോവലും ഏകദേശം ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ 1940s ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു നോവലാണ്. ആൻഡ് അഗെയിൻ നമുക്ക് കാണാൻ പറ്റും, അതായത് ആ സമയത്ത് എന്നല്ല ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ റേസിസം എന്ന് പറയുന്നത്. സ്റ്റിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് റേസിസം ആൻഡ് ടോണി മോറിസൺ ഹാസ് ബ്രോട്ട് ദിസ് ടോപ്പിക് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ എ വെരി കൺവിൻസിങ് വേ എന്ന് തന്നെ പറയാം. Okay. Now, when it comes to your exam point of view, you should keep in mind that this novel is the first novel of Toni Morrison. Morrison's first novel ആണ്. I'm just asking a question. Toni Morrison is famous for an important aspect. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ടോണി മോറിസൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്, അതൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? യെസ്, അതന്നെ, നോബൽ പ്രൈസ് വിന്നർ ആണ്. യെസ്, റൈറ്റ്. അപ്പൊ അതൊരു ഭയങ്കര പറയുമ്പോ ഒരു എന്താ പറയാ, ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വെച്ച് നോക്കുമ്പോഴും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഷീ ഈസ് എ ഫീമെയിൽ, റൈറ്റ്? So that's something that you have to know, and I'm sure you will be knowing it. So when we come into the novel, നമുക്ക് പല രീതികളിലായിട്ട് തിരിക്കാൻ പറ്റും. അതായത് ഇതിന്റെ നറേഷൻ എന്ന് പറയുന്നത് പല രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. It's actually narrated by two narrators. Okay, അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന് ക്ലോഡിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നറേറ്റ് ചെയ്യുന്നത്. ക്ലോഡിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ദ ഫസ്റ്റ് നറേറ്റർ. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു നറേറ്ററിന് പേരൊന്നുമില്ല. അപ്പോ രണ്ട് നറേറ്റേഴ്സ് ആണ് ആക്ച്വലി പറയുന്നത്. ആൻഡ് ക്ലോഡിയയുടെ നറേഷനിലാണ് ഇതിലെ മെയിൻ ഫോക്കസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടർ പെക്കോല എന്ന് പറയുന്ന ക്യാരക്ടർ, PECOLA എന്ന് പറയുന്ന ക്യാരക്ടർ പെക്കോല. ഓക്കെ, പെക്കോല എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇവിടെ നമ്മുടെ സെന്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so Claudia is the person who's narrating the story of Pecola, and she is narrating in such a way where we have an empathetic gaze on her. എംപത്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയാ പത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെ പോകുന്നൊരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ക്യാരക്ടറാണ് നമ്മുടെ പെക്കോള എന്ന് പറയുന്നത്. സോ ആ ഒരു ആസ്പെക്ട് വെച്ച് തന്നെയാണ് ക്ലോഡിയ ഈ ഒരു നറേഷന് കൊണ്ടുവരുന്നത്. ഓക്കെ, പിന്നെ 4 സീസൺസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു നറേഷൻ പോകുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ ദ നോവൽ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 4 പാർട്സ്. ഓക്കെ, വാട്ട് ഇഫ് എ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഫോർ യുവർ എക്സാം, ലൈക്ക് എന്താണ് ഇവരുടെ ഒരു ഡിവിഷൻ, ഈ ചാപ്റ്റർ ഡിവിഷൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പാർട്സ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സ്പ്രിംഗ്, ഓട്ടം, വിന്റർ, അങ്ങനെ 4 രീതികളിലായിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ പാർട്സ് ആയിട്ട് ഈ നോവലിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വൺ തിങ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. ആൻഡ് ദർ ആർ 2 നറേറ്റേഴ്സ്, അത് കീപ് ഇൻ മൈൻഡ് ചെയ്യാം. Claudia is the one who's narrating about the story of Pecola. Now, let's get into the character, or let's get into the mindset of Pecola. Pecola എന്ന് പറയുന്ന ക്യാരക്ടർ ഡെഫിനറ്റ്ലി, ഐ ഡോണ്ട് നോ വെദർ വി ഷുഡ് ടെൽ, അതൊരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണോ, ബട്ട് വി ഹാവ് ടു സേ ഇറ്റ്. അവരൊരു ബ്ലാക്ക് അമേരിക്കൻ വുമൺ ആണ്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അവര് വളരെയധികം, അവരല്ല കുഞ്ഞു കുട്ടിയാണ് ആക്ച്വലി. ഓക്കെ, 11 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. ഓക്കെ, പക്ഷെ ആ കുട്ടിക്ക് പല പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ആ കുട്ടിയുടെ മൈൻഡിൽ. പെക്കോളയ്ക്ക് പല പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഷീസ് ഡാർക്ക് സ്കിൻഡ്. ഓക്കെ, ഷീ ഫീൽസ് ദാറ്റ് ഷീസ് അഗ്ലി. She feels that she's not accepted in the society. She feels that she is worthless just because she's having very dark skin. Okay, it's not just what she says. It's not her
fault that she's thinking in that way. It's maybe the society which is forcing her to get touched. ആ സമയത്ത് ഈ നോവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതായത് ആ വൈറ്റ് കൾച്ചർ എത്രത്തോളം റെലവെന്റ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. വൈറ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് വൈറ്റ് ആർ ദ പീപ്പിൾ ഹൂ ഡോമിനേറ്റ് ആൻഡ് ഹൂ ഹാസ് എ പവർ ടു ഡോമിനേറ്റ് ഓൺ അതേഴ്സ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഫീമെയിലും കൂടി ആകുമ്പോൾ അവൾക്ക് തോന്നാണ് അവള് വേർത്ത്ലെസ് ആണെന്നോ അല്ലെങ്കിൽ അവൾക്ക് ഭംഗിയില്ല എന്നൊക്കെ തോന്നാണ്. ഇനി നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് ബ്ലൂ ഐസിനോട് വല്ലാത്തൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. So that is a novel's name, right? So why do we have to pay attention on that? No, it's not just the blue eye, it is sky blue eyes that she is obsessed. വെറുതെ ബ്ലൂ ഐസ് അല്ല, സ്കൈ ബ്ലൂ ഐക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, so that is പെക്കോള. പെക്കോളയ്ക്ക് അപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലോഡിയ എന്ന് പറയുന്ന ക്യാരക്ടറും ഫ്രീഡ എന്ന് പറയുന്ന, നോട്ട്സ് തരാം നിങ്ങൾക്ക്, ഫ്രീഡ എന്ന് പറയുന്ന ക്യാരക്ടറും ഉണ്ട്. ഓക്കെ, അപ്പോ FREIDA ആണ്, FREIDA എന്നാണ് ഫ്രീഡയുടെ പേര്. സോ ഫ്രീഡ എന്ന് പറയുന്ന ക്യാരക്ടറും ഉണ്ട്. ഇവരൊക്കെയാണ് പെക്കോളയുടെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ദേ ആർ എംപത്തറ്റിക് ടുവേർഡ്സ് ഹെർ. ഓക്കെ, സോ now when we look into Pecola's family, പെക്കോളയുടെ ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ there's a character called കോളി എന്ന് പറയുന്നത് പെക്കോളയുടെ അച്ഛനാണ്. CHOLLY. ഓക്കെ, കോളി എന്ന് പറയുന്നത് പെക്കോളയുടെ അച്ഛനാണ്. ആൻഡ് he's very much a very ruthless person. ക്രൂവൽ ആയിട്ടുള്ള, റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പേഴ്സൺ ആണ്. ഓക്കെ, he doesn't care about his family. He's drunkard, ഭയങ്കരമായിട്ട് കുടിക്കും. അതുപോലെ തന്നെ വൈഫിനെ ഭയങ്കരമായിട്ട് സബ്മിസീവ് ആയിട്ട് അല്ലെങ്കിൽ വൈഫിനെ കൺട്രോളിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, ആൻഡ് another important thing that we have to keep in mind is ഫാമിലി ആ ഒരു ഡിസോറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷനോ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ nobody is ensuring her that it's okay to be dark skinned എന്നൊന്നും പറയാൻ അവിടെ ആരുമില്ല. ഇപ്പൊ പോളീൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അമ്മയായിട്ട് വരുന്നത്, പോളീൻ. ഓക്കെ, PAULIN, പോളീൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അമ്മയായിട്ട് വരുന്നത്. ആൻഡ് അഗെയിൻ she also feels that she's being victimized. She's working under, അവര് ഒരു സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു വൈസ് ആണ്. ഓക്കെ, and she's okay with it. കാരണം അവർക്കും ഈ സെയിം ഫീലിംഗ് ആണ്, ഒരു വർക്ക്ലെസ് ആണെന്നും അല്ലെങ്കിൽ അവര് പുള്ളിയില്ല എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ലൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് അവരുടെ മക്കളിലൂടെയും പോകുന്നത്. So she's even okay when husband beats her. Okay, ബീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആ കൺട്രോളിംഗ് ആയിട്ടുള്ള അതോറിറ്റി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതൊക്കെ പോളിനും ഓക്കെ ആണ്. ഓക്കെ, then another not such an important character but പെക്കോളയുടെ ബ്രദർ ആയിട്ട് വരുന്നത് സാം ആണ്, സാമി. ഓക്കെ, സാമി. സോ ദാറ്റ് ഓൾസോ യു കീപ് ഇൻ മൈൻഡ്. നൗ ഈ ക്ലോഡിയയുടെ ഏജിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സിൻസ് ഷീ ഈസ് ദ നറേറ്റർ, യു ഹാവ് ടു പേ അറ്റൻഷൻ ടു ഹെർ ഏജ് ആൻഡ് ഓൾ ദാറ്റ്. മേ ബി ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ എക്സാം. ക്ലോഡിയ എന്ന് പറയുന്നത് 9 years ആണ്. ഓക്കെ, so Claudia and Frida, both of them are 9-year-olds. Maybe that can be asked for your exam, right? So 9-year-old ആണ് and Pecola 11-year-old ആണ്. Okay, so that is the character introduction that I have given you. Now when we come into the story, basically like I told you, it's about how Pecola is being insecure and how she's being bullied in school, just being, people literally call her ugly. Okay, people literally call her black bitch. Okay, so ഇങ്ങനെയൊക്കെയാണ് പെക്കോളനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് people even feel that she's kind of ഒരു നാസ്റ്റി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഇൻസിഡന്റ് പോലും ഉണ്ടാവുന്നുണ്ട്, ഒരു ബ്ലാക്ക് കാറ്റിനെ കൊന്നു എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ്. ബേസിക്കലി ഇറ്റ്സ് നോട്ട് it is not her fault that she killed a black cat. Okay, Geraldine എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ,
ശരി പറഞ്ഞ പെക്കോളയുടെ മെയിൻ ലൈക് ഹി യൂസസ് ടു അറ്റാക്ക് ഹർ. ഓക്കെ, അറ്റാക്ക് ചെയ്യാൻ അവിടെ ഉപയോഗിക്കാൻ. ആ സമയത്ത് പെക്കോള അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തോ റീസൺസ് കാരണം ഈ കാറ്റ് വീഴുന്നതാണ്. ബട്ട് ദ കാറ്റ് ഡൈസ്. ബട്ട് ദ ഹോൾ ബ്ലെയിം ഇസ് ഓൺ പെക്കോള ദാറ്റ് ഷി കിൽഡ് ദ ബ്ലാക്ക് കാറ്റ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ബ്ലാക്ക് കാറ്റിനെ കൊന്നു എന്ന് പറയുന്ന ഒരു കാര്യവും പെക്കോളയുടെ മേത്തുണ്ട്. ആൻഡ് again she is being bullied just to be എല്ലാം കൊണ്ടും. കാരണം again സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴും അവർ വളരെയധികം പുവർ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹി വർക്ക്സ് her father, that is കോളി വർക്ക്സ് ഇൻ എ വർക്ക് ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഒരു റിച്ച് അല്ല, അതുപോലെ തന്നെ തീരെ എന്താ പറയാ സോഷ്യലി നോക്കുമ്പോഴായാലും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ വളരെ അറ്റ്ലീസ്റ്റ് ഇൻ പീപ്പിൾസ് മൈൻഡ് ദീസ് പീപ്പിൾ ആർ വർത്ത്ലെസ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ മൊറീൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഈ മൊറീന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഈ പറയുന്ന നമ്മുടെ വൈറ്റ് കൾച്ചർ എന്താ പറയാ സങ്കല്പങ്ങൾ, റൈറ്റ്, the white culture constructed realities ഉണ്ടല്ലോ, അത് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിലാണ് നമുക്ക് ഈ മൊറീൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നത്. ഷീസ് ലൈറ്റ് സ്കിൻഡ്. ഓക്കെ, ഷീസ് ഹാവിംഗ് eyes, her hair is long, and she's considered as a perfect match for everyone, right? And basically Pecola really likes this character. അവര് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എഗെയിൻ പെക്കോളയുടെ അടുത്തും ഇവരായാലും ഈ മൊറീൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും പെക്കോളയുടെ അടുത്ത് വളരെ മീൻ ആയിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ that I would like to tell you. Now let's get into Pecola and her father. That is കോളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം കോളി ചെയ്ത ആക്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോളി എന്ന് പറയുന്നത് എല്ലാ ഈ പറയുന്ന പോലെ സ്ട്രഗ്ലിംഗ് ബ്ലാക്ക് യങ് ബോയ്സ് പോലെ തന്നെ ഒരു വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞ. നമ്മളൊരിക്കലും ഫ്യൂച്ചറിൽ അങ്ങേരുടെ ആക്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ വളരെയധികം എന്താ പറയാ വിക്ടിമൈസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ വളരെയധികം അവഗണന നേരിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഹി വാസ് നെഗ്ലക്റ്റഡ് ബൈ ഹിസ് ഫാമിലി. അവരുടെ കോളിയുടെ ഗ്രേറ്റ് ആണ്ട് ആണ്. ഓക്കെ, ഗ്രേറ്റ് ആണ്ട് ആണ് കോളീനെ അച്ഛനമ്മ മരിച്ചതിന് ശേഷം നോക്കിയിരിക്കുന്നത്. ആൻഡ് വൺ ഇൻസിഡന്റ് ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഇസ് ഹൗ കോളി ബിക്കെയിം കോളി എന്ന് പറയുന്നത്, ലൈക് ബിക്കെയിം എ റൂട്ട്ലെസ് പേഴ്സൺ എന്ന് പറയുന്നത്. Once he was having with his girlfriend. Okay, he was having a good time with his girlfriend. Suddenly, two white men approached him. Okay, so they asked him to continue having sex. Okay, and what they did was a torch. ഈ white men a torch അദ്ദേഹത്തിന്റെ മേത്ത് ഇങ്ങനെ അടിച്ചിട്ടിട്ട് they asked continue having sex. So it was a humiliating experience for young Collie. ഓക്കെ, അത് അവരുടെ ഒരു പവർ അല്ലെങ്കിൽ അവർ എത്രത്തോളം ഡോമിനേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഹൗ ഇറ്റ് വാസ് എ ഹ്യൂമിലിയേറ്റിംഗ് എക്സ്പീരിയൻസ് ഫോർ ഹിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോളി വാസ് ഓൾസോ നെഗ്ലക്റ്റഡ് ബൈ ഹിസ് ഫാദർ. അച്ഛനും ഇതുപോലെ തന്നെ വെൻ ഹി കൺസെന്റഡ് ഹിസ് ഓൺ ഫാദർ ഹി വാസ് നോട്ട് ഈവൻ റെഡി ടു റെക്കഗ്നൈസ് കോളി. ഓക്കെ, സോ that is the background of കോളി. അപ്പൊ കോളി അതിനുശേഷം പോളിനെ കാണുന്നതും അതിനുശേഷം പോളിനെ കണ്ടതിന് ശേഷം കല്യാണം കഴിക്കുന്നതും and he fathers the two children. Okay, now the crux of the story lies in then ഒരു സാറ്റർഡേ ഈവനിങ് ആണ്. കീപ് ഇൻ മൈൻഡ്, സാറ്റർഡേ ഈവനിങ്ങില് when കോളി comes back from work, he sees our own Pecola washing the dishes. Okay, so പല ഇമോഷൻസും അവിടെ കയറി പറ്റിയിട്ട് ഇറ്റ്സ് ലവ്, ലസ്റ്റ്, നോട്ട് ലവ് ആൻഡ് ലസ്റ്റ്, ഇറ്റ്സ് മച്ച് മോർ ഓഫ് ബീങ് ഡിലൂഷണൽ അല്ലേ. അത്രയും മൈൻഡ് എന്താ പറയാ, മൈൻഡ് അത്രയും റൈറ്റ് പ്ലേസിൽ അല്ലാത്തത് കൊണ്ട് തന്നെ വാട്ട് ഹി ഡസ് ഇസ് ഹി ലിറ്ററലി റേപ്സ് Pecola. Okay, he rapes Pecola and she becomes unconscious and motionless on the floor. Okay,
ഇപ്പൊ നമ്മളെന്ത് പ്രതീക്ഷിക്കുക, അമ്മ വന്നതിന് ശേഷം, അതായത് പോളീൻ എന്ന് പറയുന്ന ക്യാരക്ടറാണല്ലോ അമ്മ. സോ വെൻ ഹർ മദർ കംസ് ബാക്ക് വി എക്സ്പെക്ട് സം കൺസോളിങ്, അല്ലെ, കൺസോളിങ് അല്ലെങ്കിലും എന്താ പറയാ, വി എക്സ്പെക്ട് ജസ്റ്റിസ് served by her mother, right? But in turn, what she does is she completely beats her up. Beat ചെയ്യാണ് ചെയ്തത്, മനസ്സിലായില്ലേ? She beats her up and she actually blames Pecola. Okay, അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. And after that, what happened is, our own Pecola is dreaming, or maybe she wants to be a mother. And again, what she does is she wants her child to have this blue eyes. Okay, ആ ബ്ലൂ ഐസ് വേണം എന്ന് പറയുന്ന ഒരു ഒബ്സഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എഗെയിൻ സ്കൈ ബ്ലൂ ഐസ്. ഓക്കെ, സോ ആ ഒരു ഒബ്സഷൻ നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങൾ അറിയുന്നത് ക്ലോഡിയയ്ക്കും അതുപോലെ ഫ്രീഡയ്ക്കാണ് അറിയുന്നത്. ആൻഡ് ദേ കാൻറ്റ് ഈവൻ ഫാതം ദ റിയാലിറ്റി ഓഫ് പെക്കോല. But nevertheless, they are ready to accept that she is having a baby. And അവരൊരു മേരി ഗോൾഡിന്റെ ഫ്ലവേഴ്സ് വെക്കാണ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, മേരി ഗോൾഡിന്റെ ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട്. അത് ബ്ലൂം ചെയ്യുമ്പോൾ അവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ പെക്കോളയുടെ ബേബിയും അതേ സമയത്ത് തന്നെ വരും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ബട്ട് നോട്ട് അൺഫോർച്ചുനേറ്റ്ലി, ബട്ട് എനിവേ, പെക്കോളയുടെ ആ ഒരു ബേബി പ്രിമച്യൂർ ആയിട്ട് മരിച്ചു പോവാണ്. ഓക്കെ, ആൻഡ് ലിറ്ററലി ഷീ ഡസൻറ്റ് ഗെയിൻ ഹെർ കോൺഷ്യസ് ബാക്ക്. ദാറ്റ് ഈസ്, Pecola is actually going mad. Okay, that anyway, she's young too. Like, she might be only 12 or 13 years old, and she completely goes mad. And she's not. And we can also see that Polly, that is Lachan, ഇതുപോലെ he's running away from home, and he dies in the workshop. That is important. Okay, workshop le മരണപ്പെടാണ്. Okay, and Pecola'da ആ ഒരു delusion, when she's mad, she feels that okay, she's also having a hallucinatory, or maybe a what we say, she's having a hallucinatory friend that she shares all her thoughts, and she literally tells all her stories to this particular friend. Okay, so ഈ ഫ്രണ്ടിനോടാണ് ഈ പറയുന്ന കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. So basically she thinks that her baby, though it has died, she feels that it has that blue eyes. ആ ബ്ലൂ ഐസ് ആണ് ഉള്ളത്, ആൻഡ് ഇറ്റ്സ് വെരി പ്രിറ്റി എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ഈ പറയുന്ന തോട്ട്സ് ഒക്കെ നമ്മുടെ പെക്കോളയ്ക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് another important aspect that I have to discuss is, ഈ ഒരു നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒഹായോയിലാണ്. ഓക്കെ, ഒഹായോ എന്ന അമേരിക്കൻ ഒരു നേറ്റീവ് ടൗണിലാണ് ഈ ഒരു നോവല് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്താണ് ഈ ഒരു നോവലിനെ കുറിച്ചുള്ള നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ക്ലോഡിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ്, ഞാൻ പറഞ്ഞു 9 year old ആണെന്ന് പറഞ്ഞു. ബട്ട് when she's narrating this particular story, she's actually not 9 year old, she's a grown up person. ഒരു grown up person ആയിട്ടാണ് ആക്ച്വലി അവർ ഈ ഒരു കഥ നറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, യെസ്, നമ്മൾ 2 ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഒരു ബ്ലാക്ക് കാറ്റിനെ കൊല്ലുന്ന ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗെയിൻ അവരെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പെക്കോളേനെ എത്രത്തോളം എന്താ പറയാ, ഒരു 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 നാസി പേഴ്സൺ ആയിട്ട് കാണുന്ന പോലെ തന്നെ വേറൊരു കാര്യമാണ് സോപ്പ് ഹെഡ് ചേർച്ച്. ഓക്കെ, സോപ്പ് ഹെഡ് ഓഫ് ദ ചേർച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പെക്കോള ചെന്ന് കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കൺഫെഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഷീസ് ലിറ്ററലി ആസ്കിങ് ഹിം that she needs a baby with blue eye എന്നൊക്കെ പറയുന്നുണ്ട്. Okay, so he acts as a person who is consoling her. അങ്ങനെ പല കാര്യങ്ങളൊക്കെ
ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. ബട്ട് വാട്ട് ഹി ഡസ് ഇസ്, സിൻസ് ഷീസ് സോ ഇന്നസെന്റ് അല്ലെ, വളരെ ഇന്നസെന്റ് ആയിട്ടില്ല. എന്താണ് 11 വയസ്സ് കുട്ടിക്ക് ഉണ്ടാവുക അല്ലെ, ഒന്നും പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല അല്ലെ. സോ വാട്ട് ഹി ഡസ് ഇസ് he literally asked her to kill a dog. Okay, he doesn't like a dog. ഒരു വീട്ടിലെ ഡോഗിനെ ഇഷ്ടമല്ല. So he asked her to kill that dog. Okay, so in every way possible, Pecola is being humiliated, she's being manipulated, and she's being, controlled by others. She doesn't even have the recognition, or maybe she's not even recognized by her own family. അല്ലേ, അത്രയും നമുക്കൊരു പെത്തറ്റിക് കണ്ടീഷൻ ആയിട്ടാണ് പെക്കോളയുടെ കാണാൻ പറ്റുക. ഓക്കെ, പെക്കോളയുടെ ലൈഫിനെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുക. ആൻഡ് ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ടോണി മോറിസൺ മൈറ്റ് ഹാവ് ഫിക്ഷണലൈസ് ചെയ്ത് എഴുതിയതാവില്ല എന്തായാലും. ഷി മൈറ്റ് ഹാവ് കം അക്രോസ് മെനി ക്യാരക്ടേഴ്സ് ഓർ മെനി റിയൽ ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ contribute to Pecola's Pecola's character development. I'm sure about that. There will be a lot of characters like this അവർ കം അക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് പെക്കോളയുടെ ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നതും ആൻഡ് ഹൗ ഷീസ് ബീങ് എന്താ പറയാ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോലി എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ എന്താണ് ടോണി മോറിസൺ ചെയ്യുന്നത് വെച്ചാൽ ഷീസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ഹിസ് ഹ്യൂമിലിയേറ്റിംഗ് പാർട്ട് ഓൾസോ, ഹൗ ഹി ബിക്കെയിം സച്ച് എ റൂട്ട്ലെസ് പേഴ്സൺ എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങളോട് പറയാം. അത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, അതായത് he was making love with his girlfriend അല്ലേ, Collie was making love with his girlfriend when all that white people came and interfered. ആ ഗേൾഫ്രണ്ടിന്റെ പേര് ഡാർലിൻ എന്നാണ് കേട്ടോ, DARLIN. give you notes, don't worry. Okay, so DARLIN എന്ന് പറയുന്ന ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഗേൾഫ്രണ്ട് എന്ന് പറയുന്നത്. മേ ബി ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ യുവർ. സോ ഇതാണ് മെയിൻ ആയിട്ട് അവരുടെ കഥയായിട്ട് നമുക്ക് പറയാനുള്ള ഒരു സമ്മറി ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഇതല്ലാണ്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് ഹെൻറി വാഷിങ്ടൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഹെൻറി വാഷിങ്ടൺ. പക്ഷേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ക്ലോഡി അതുപോലെ ഫ്രീഡയുടെയും അച്ഛന്റെ വീട്ടിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ആര്? നമ്മുടെ സ്വന്തം പെക്കോളയും പെക്കോളയുടെ ഫാമിലി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹെൻറിയും ആ വീട്ടിൽ നിൽക്കുന്നുണ്ട് ബോർഡേഴ്സ് ആയിട്ട്. ഓക്കെ, അപ്പം ഒരു ക്യാരക്ടറാണ് ഹെൻറി വാഷിങ്ടൺ എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് ഹെൻറി വാഷിങ്ടൺ ബേസിക്കലി മിസ്ബിഹേവ്സ് വിത്ത് ഫ്രീഡ. ഓക്കെ, ഫ്രീഡ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്തും ബിഹേവ് ചെയ്തിട്ടുണ്ട് ഹെൻറി എന്ന് പറയുന്ന ക്യാരക്ടർ. ഹി ടച്ചസ് ദി ടൈനി ബ്രെസ്റ്റ് ഓഫ് ഫ്രീഡ. ഓക്കെ, I don't know whether they will ask it, but just keep in mind. Okay, yeah. So ഇതൊക്കെയാണ് ഈ ഒരു കഥ, ഈ ഒരു സമ്മറി ആയിട്ട് വരുന്നൊരു കാര്യം. നൗ തീംസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഈ ഒരു നോവലിന്റെ തീംസ് നമുക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാം അല്ലെ. ഒന്നെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി റേസിസം തന്നെയാണ്. എല്ലാ വാക്കുകൊണ്ടും എന്താ പറയാ, നിങ്ങൾ ബിലവഡ് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിലവഡും ഇതുപോലെ തന്നെ ടോണി മോറിസന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള നോവലാണ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് സത്യം പറഞ്ഞ ടോണി മോറിസൺ എങ്ങനെയാണ് ആ റേസിസം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് അല്ലെ. ദേ ആർ ബീങ് കൺസ്ട്രക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ബീങ് ഇൻഫീരിയർ ഓർ ദേ ആർ supposed to feel inferior, right? So ഈ പെക്കോളയുടെ ക്യാരക്ടർ എടുത്തു നോക്കിയാൽ there's not even one point in the novel where she is elevated. Maybe she is a very capable person, she is a wonderful person, but there's not even one part in the novel where she is being elevated or empowered, right? അങ്ങനെ ഒരു പാർട്ടേ വരുന്നില്ല. Rather she is being humiliated by her own father, her mother, brother and all people around her. It's all ക്ലോഡിയ ഫ്രീഡയൊക്കെയാണ് അവൾക്ക് പിന്നെയും അല്ലെ ആ ഒരു റെക്കഗ്നിഷൻ തരുന്നത്. ഓക്കെ, സോ അതാണ് റേസിസം എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിൽ എല്ലാ ഭാഗത്തും റെലവെന്റ് ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒക്കെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ.
ഇപ്പൊ കോളിയുടെ ലൈഫിലാണെങ്കിലും പോളിന്റെ ലൈഫിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ റേസിസം എന്ന് പറയുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് തീമായിട്ട് വരുന്നത് ആ ഒരു റിച്ച് ആൻഡ് പുവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഇൻഡിഫറൻസ് അല്ല, ഒരു ഡിഫറൻസ് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ, അല്ലെങ്കിൽ ആ സോഷ്യൽ ക്ലാസ്സുകൾ തമ്മിലുണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി എങ്ങനെയാണ് വൈറ്റിന്റെ ലൈഫും എങ്ങനെയാണ് ഇവരുടെ ലൈഫും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. എസ്പെഷ്യലി അത് നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പോളീൻ ഒരു വൈറ്റ് വുമന്റെ വീട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ പോളിന്റെ ലൈഫ് സ്റ്റൈലും എത്രത്തോളം ഡിഫറെന്റ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അടുത്ത തീമായിട്ട് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ റേഷ്യൽ പ്രെജുഡിസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വൈറ്റ് കൾച്ചർ പ്രെജുഡിസ് അതും പറയുന്നുണ്ട് അല്ലെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വൈറ്റ് കൾച്ചർ എത്രത്തോളം അത് ഡോമിനന്റ് ആയിട്ട് പ്രിവെയിൽ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോവലുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ പോളി വെൻ ഹീസ് മേക്കിംഗ് ലവ് വിത്ത് എ വുമൺ, റൈറ്റ്, വൈ ഷുഡ് ദേ കം ആൻഡ് ഇന്റർഫിയർ ഇൻ ദ സ്പേസ് അല്ലെ. പക്ഷെ അത് വന്ന് ഇന്റർഫിയർ ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. സോ വൈറ്റ് കൾച്ചർ എത്രത്തോളം അവിടെ പ്രിവെയിൽ ചെയ്തിരുന്നു അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ ഈ ഒരു വൈറ്റ് കൾച്ചർ റെലവൻസിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് തീംസ് ആയിട്ടൊക്കെ വരുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, യെസ്, ഇത് ഞാൻ പറഞ്ഞിരുന്നു ടോണി മോറിസന്റെ ഫസ്റ്റ് നോവലാണ്. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള അവരുടെ നോവൽസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നോവൽ കുറച്ചും കൂടെ എന്താ പറയാ ഭയങ്കര സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ബിലവഡ് എന്ന് പറയുന്ന നോവൽ ഇസ് മച്ച് മോർ ഓഫ് അല്ലെ സ്ലേവറി നറേറ്റീവ്, സ്ലേവ്സിന്റെ ആ ഒരു നറേറ്റീവ് ആണ് സത്യം പറഞ്ഞാൽ ബിലവഡ് എന്ന് പറയുന്ന നോവൽ നമുക്ക് കാണാൻ പറ്റും. സോങ്സ് ഓഫ് സോളമൻ അല്ലെങ്കിൽ അങ്ങനെ വേറെ നോവൽസ് വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ്. ഈ ബ്ലൂ സ്റ്റൈല് നമുക്ക് കുറച്ചും കൂടെ ഒരു 11 year old കുട്ടിയുടെ ഒരു ആസ്പെക്റ്റിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലോഡിയ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, ഈ ഒരു നോവൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെൻ യു സ്റ്റാർട്ട് റീഡിങ് ദിസ് നോവൽ, ദ ഫസ്റ്റ് പാരഗ്രാഫ്, ആ ഒരു നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ അതില് നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടൊരു നോവലിസ്റ്റ് ഇത് എഴുതിയെന്നല്ല തോന്നാം. നമുക്ക് എഴുതൊരു എന്താ പറയുക സെക്കൻഡ് ക്ലാസ്സിലൊരു കുട്ടിയോ 2ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ എഴുതുന്ന പോലത്തെ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും വെച്ചാൽ നമുക്ക് ഊഹിക്കാലോ അല്ലെ. ആ ഒരു ഫ്രാഗ്മെന്റഡ് രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ക്ലോഡിയ ആണ് ഇതിനെ നറേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റൈലിലാണ് മോറിസൺ ഈ ഒരു നോവലിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല സ്ഥലത്തും വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ട് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് സ്റ്റൈലും നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി ദൈവത്തിനോടാണ് അല്ലെ, ഹീസ് റൈറ്റിംഗ് ദ ലെറ്റർ, ഹീസ് ആക്ച്വലി നമ്മുടെ ക്ലോഡിയ അല്ല, നമ്മുടെ പെക്കോള ഈസ് ആക്ച്വലി പ്രേയിങ് ടു ഗോഡ് ഫോർ ഗിവിംഗ് ബ്ലൂ ഐസ്. അതായാലും വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ടും അതുപോലെ ഇപ്പൊ പങ്ക്ച്വേഷൻസ് ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും അല്ല അതിലും കൊടുത്തിരിക്കുന്നത്. വളരെയധികം ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് അവരുടെ ഒരു റൈറ്റിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിന് പല ക്രിട്ടിക്സും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മാഡ്നെസ്. ഓക്കെ, പെക്കോള എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആ മാഡ്നെസ്സിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് ഓൺ ബ്ലൂവെസ്റ്റ് ഐ. സോ നിങ്ങളെ ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കീപ്പ് ഇൻ മൈൻഡ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് റേപ്പ് ചെയ്യുന്ന ആ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ചില ക്യാരക്ടേഴ്സ് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ നോട്ട്സ് തരുമ്പോൾ കുറച്ചും കൂടി ഞാൻ ഒബ്ജക്റ്റീവ് രീതിയിൽ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ സമ്മറി വായിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽ സമ്മറിയിൽ എന്തായാലും കുറച്ചും കൂടി നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബട്ട് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ, സോ ദാറ്റ് നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. Now
വുഡ് യു ലൈക്ക് ടു സേ എനിത്തിങ് അബൌട്ട് ബ്ലൂവെസ്റ്റ് ഐ? ഇന്നലെ ഡെത്ത് ഓഫ് ദ സെയിൽസ്മാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും ഈ നോവൽ ഫുള്ള് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. ഓക്കെ. ആക്ച്വലി ഇത് വളരെ ഒരു ഈസി റീഡ് അല്ല. സിൻസ് തീംസ് ആർ സോ ഡാർക്ക് അല്ലെ, ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു തീംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാദം ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു റീഡ്. ഞാൻ ഇതുപോലെ തന്നെ ഐ തിങ്ക് വെൻ ഐ വാസ് പ്രിപ്പയറിംഗ് ഫോർ ദ PSC ഇതിന്റെ ഡീറ്റെയിൽ സമ്മറി വായിച്ചിട്ട് തന്നെ ഇറ്റ്സ് വെരി ഡാർക്ക്, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു നോവലാണ്. പക്ഷേ ഭയങ്കര അമേസിംഗ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ ബ്ലൂവെസ്റ്റ് ഐ എന്ന് പറയുന്നത്, ബ്ലൂ ഐസിനോടുള്ള ഒരു ഒബ്സഷൻ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ബ്യൂട്ടിയാണ് അല്ലെ. പെക്കോളയ്ക്ക് എത്രത്തോളം ആ ഒരു നീലക്കണ്ണ് വേണം, നീലക്കണ്ണ് എന്ന് പറയുന്നത് തന്നെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന്റെ ഒരു ഇതാണ്. അപ്പൊ അത് വേണം, അല്ലെങ്കിൽ അത് വേണം 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 എന്ന് പറയുന്ന അവരുടെ ഒബ്സഷൻ തന്നെ ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ദ ഹോൾ society, the whole world is imposing that idea upon her. That is the reason that she is wishing for this scenario. അല്ലെ? സോ അത്ര ഈസി അല്ല, പക്ഷെ വായിക്കാൻ പറ്റാച്ച വായിച്ചു. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾ വായിച്ചതിലോ അല്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ സമ്മറി വായിച്ചതിന്റെ ഓർമ്മയിലോ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ നന്നായിരിക്കും. If you have any doubts, you can ask also. മാം, ആ ബ്ലാക്ക് കാറ്റ് ഇൻസിഡന്റ് ഒന്ന് പറയാമോ ഒന്നുകൂടെ? ബ്ലാക്ക് കാറ്റ് ഇൻസിഡന്റ് എന്ന് വെച്ചാല് വൺസ് ഷീ ഇസ് കോൾഡ് ബൈ എ പേഴ്സൺ കോൾഡ് ജെറാൾഡിൻ. ജെറാൾഡിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവളെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് അവിടെ വെച്ചിട്ട് എന്തുണ്ടാവുന്ന വെച്ചാല് ഒരു ബ്ലാക്ക് കാറ്റ് അതാ ശരിക്കും അവളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ അവിടെ വെച്ചിട്ട് എന്തുണ്ടാവുന്ന വെച്ചാൽ ഒരു ബ്ലാക്ക് കാറ്റ് വന്ന് ഇവളുടെ മേത്തിരിക്കുകയാണ്. The black cat basically attacks her. Okay, attacks her, and what happens is she tries to throw it off, but she can't. Ultimately, she അതിനെ വലിച്ചെറിയുന്നുണ്ട്. അത് ജെറാൾഡിന്റെ കയ്യിൽ പോയി വീഴുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ജെറാൾഡിന്റെ മേത്തും ഇതിങ്ങനെ അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ വരുമ്പോ സഡൻലി ഈ ഒരു കാറ്റിനെ ഇയാളിനെ വലിച്ചെറിയുന്നത്. ഓക്കെ. ഇയാൾ വലിച്ചെറിയുമ്പോ അത് എന്ത് ചെയ്യുന്നു, അത് വിൻഡോയുടെ പുറത്ത് ചെന്ന് വീണ് അങ്ങനെ ആ കാറ്റിന്റെ കാര്യത്തിലൊരു തീരുമാനമാവുന്നു. ഇറ്റ് ഡൈസ്. പക്ഷെ ദ ഹോൾ ബ്ലെയിം ഇസ് ഓൺ പെക്കോള ദാറ്റ് ഷീ കിൽഡ് ദിസ് കാറ്റ് എന്ന് പറയുന്നത്. അതാണ് ബ്ലാക്ക് കാറ്റിന്റെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. Okay. Anything else? Any doubts or any additional points that you would like to add? I'm sure you'll be having some other points that you would like to add. ഈ കഥയില് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഡിക്ക് ആൻഡ് ജെയിൻ ഒരു കഥയില്ലേ, ഒരു ഫെയറി ടെയിൽ പോലത്തെ ഒരു കഥ ഉണ്ട്. കുട്ടി പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കഥയിൽ ഷേർലി ടെമ്പിൾ എന്ന ആക്ട്രസ് റിയൽ ലൈഫ് ക്യാരക്ടർ ഒരു അതിന്റെ റെഫറൻസ് അല്ലേ, ഒരു ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിന് ഷേർലി ടെമ്പിൾ. ഷേർലി ടെമ്പിളിനോട് വല്ലാത്തൊരു ഒബ്സഷനും ഉണ്ട് ഈ പറഞ്ഞ പോലെ പെക്കോളയ്ക്ക്. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഷീ ലവ് ഷേർലി ടെമ്പിൾ, റൈറ്റ്? മാം, അതുപോലെ ഇതില് 4 സീസൺസ് മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, 4 സീസൺസ് വരുന്നുണ്ട്. 4 സീസൺസ് ആണ്. നമ്മുടെ ഓട്ടം, സ്പ്രിംഗ്, സമ്മർ ആൻഡ് വിന്റർ 4 സീസൺസ് ആയിട്ടാണ് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടായിരുന്നു. പിന്നെന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ളൊരു പോയിന്റ് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? പിന്നെ ഇതിൽ 3 നറേറ്റേഴ്സ് ആണ്. ക്ലോഡിയ ആസ് ദ ചൈൽഡ്, ക്ലോഡിയ ദ അഡൽട്ട് ആൻഡ് ആൻ ഒംനിഷ്യന്റ് നറേറ്റർ.
narrator. Yes. Claudia as a child, Claudia as a narrator, grown up person. അതെ, ഞാൻ പറഞ്ഞപ്പോ അത് ഇങ്ങനെയാ പറഞ്ഞത്, 2 narrators ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇങ്ങനെയും പറയാം. കറക്റ്റ്. ഞാൻ പറഞ്ഞത് ക്ലോഡിയും അതുപോലെ തന്നെ ഒംനിഷൻ ആയിട്ടുള്ള നെറേറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ഇങ്ങനെയും പറയാം നമുക്ക്. The child, the grown-up person, and the child is 9-year-old child, the grown-up person, and also the unknown narrator. പിന്നെ 3 levels of time. 3 different levels of time. 3 different levels of time. Yes. യെസ്, അതെ, 3 different levels of time നമുക്ക് പറയാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും. Anything else? Any doubts? മാം, ഈ മോറീൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യൂ. മോറീൻ എന്ന് പറയുന്ന ക്യാരക്ടർ വേറെ ഒന്നുമല്ല, ഈ പറയുന്ന ഒരു വൈറ്റ് കൾച്ചർ സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഷീസ് ലൈറ്റ് സ്കിൻഡ്. അത് ലൈറ്റ് സ്കിൻഡ് ആയിട്ടൊരു കുട്ടിയാണ്. ഓക്കെ. അപ്പൊ ആ സ്കൂളിലേക്ക് വരുമ്പോ ഈ പറയുന്ന കുട്ടീനെ, അല്ലെങ്കിൽ ഈ പറയുന്ന മോറീൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എല്ലാവരും is praising her. Like we have a character like Pecola where people doesn't even give anything about her, but we have a character like Maureen where she's praised and she's being admired. Okay, so there's a point where she's being nice to Pecola. കുറച്ചൊക്കെ നൈസ് ആവുന്ന ഒരു പോയിന്റ് വരുന്നുണ്ടെങ്കിലും in front of a lot of people she's actually bullying her, okay, by calling her dirty and black skinned and all. Okay, so അത്രേ ഉള്ളൂ. മോറീൻ എന്ന് പറയുന്നത് ഷീസ് വെരി ലോങ് ഹെയർ, ഗ്രീൻ ഐസ് ആണ്, വൈറ്റ് ആണ്, വൈറ്റ് അല്ല ലൈറ്റ് സ്കിൻഡ് ആണ്. വൈറ്റ് എന്ന് പറയുന്നില്ല അവര്, മോറിസൺ ഈ ഒരു ക്യാരക്ടറിന് ലൈറ്റ് സ്കിൻഡ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയെല്ലാം മീറ്റ് ചെയ്യപ്പെടുന്ന, എല്ലാ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനും മീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറിനാണ് മോറിൻ പറയുന്നത്. പക്ഷേ ഷീസ് നോട്ട് ഗുഡ്, ലൈക്ക് നോട്ട് റെപ്രസെന്റഡ് ഇൻ എ വെരി ഗുഡ് വേ ഓഫ് സംതിങ്. ഒരു വൈറ്റ് ക്യാരക്ടർ പോലും മോറിസൺ നല്ല രീതിക്ക് റെപ്രസെന്റ് ചെയ്തിട്ടില്ല. ദർ ഇസ് നോ ഗുഡ് ക്യാരക്ടേഴ്സ് ഹൂസ് വൈറ്റ്. എല്ലാം വളരെ ഈവൽ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആണ് മോറിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. യെസ്. എനിത്തിങ് എൽസ്? No, ma'am. Okay. So shall we wind up? നിങ്ങൾക്ക് 8 മണിക്ക് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് വി കൻ വൈൻഡ് അപ്പ്. നാളെ നമുക്ക് ഓൾഡ് മാൻ ആൻഡ് ദ സീ ആണ്. നല്ല രസമായിരിക്കും. നിങ്ങൾ നല്ല പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നാളെ വായോ. വിൽ ഹാവ് എ ഗുഡ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോവലാണ് അല്ലേ, നല്ല കോട്ട്സും നല്ല അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ നോവലാണ് ഹെമിംഗ്വേയുടെ. സോ ടുമോറോ വിൽ ഡിസ്കസ് ദാറ്റ്. ബി മൈ ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സും ഇതുപോലെ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ.